വെൽക്കം. പ്രസന്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ച് അറിയുവാൻ ഈ വീഡിയോ ഇപ്പോൾ കാണുക. പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ മറ്റൊരു പേരാണ് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. കൃത്യമായ സമയം കാണിക്കാത്ത ഒരു ടെൻസ്. ചിലർ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നും വിളിക്കാറുണ്ട്. തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളെ കാണിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഓൺ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി ബേസിസ്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കാണിക്കുവാനും ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഇതിൽ സബ്ജക്റ്റിന് ശേഷം ക്രിയയുടെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ V1 വരുന്നു. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലർ ഒന്ന്, പ്ലൂറൽ എന്നാൽ ഒന്നിലധികം. സിംഗുലർ സബ്ജക്റ്റിന്റെ ശേഷം വരുന്ന V1ന്റെ കൂടെ എസിന്റെ ഉച്ചാരണം ഉണ്ടാകുന്നു. എഴുതുമ്പോൾ SO, ESO ഒക്കെ വരാം. ശരിക്കും മനസ്സിലാക്കുവാൻ തുടർന്നുള്ള എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ദ ടീച്ചേഴ്സ് ടീച്ച് ദ സ്റ്റുഡൻസ്. അടുത്തത് ദ ടീച്ചർ ടീച്ചേഴ്സ് ദ സ്റ്റുഡൻസ്. ആദ്യത്തേതിൽ ദ സബ്ജക്റ്റ് ടീച്ചേഴ്സ് പ്ലൂറലാണ്. രണ്ടാമത്തേതിൽ ടീച്ചറിന്റെ കൂടെ എസ് ഇല്ല. അപ്പോൾ ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ടീച്ച് എന്ന ശബ്ദത്തോടുകൂടി എസിന്റെ ഉച്ചാരണം വരുന്നു, സൗണ്ട് വരുന്നു. എഴുതുമ്പോൾ ESഉം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ഒക്കെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളെ കാണിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് സിമ്പിൾ അല്ലെങ്കിൽ പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെയും കാണിക്കുന്നത് ഈ ടെൻസിലൂടെയാണ്. വി ഗോ ടു ഓഫീസ് എവരി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നുണ്ട് എന്നൊക്കെയാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണത്തിനായി വി നെവർ ഗോ ടു ഓഫീസ് അല്ലെങ്കിൽ വി നെവർ ഗോ ടു ഹിസ് ഹൗസ്, ഇങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ പ്രസന്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതൽ അറിയാൻ തുടർന്നുള്ള വീഡിയോകൾ കാണുക. കണ്ടതിന് വളരെ നന്ദി.